മകീര നക്ഷത്രം. മകീര നക്ഷത്രക്കാർക്ക് കഴിഞ്ഞ ഏപ്രിൽ മാസത്തിൽ ഒരു പകർച്ചയേറിയ ഒരു മാസമായിരിക്കും. അതുകൊണ്ട് കുടുംബപരമായി, സാമ്പത്തികപരമായി, റിലേഷൻഷിപ്പ് പരമായി നിങ്ങൾക്ക് ഒരു ഇമോഷണലി വലിയൊരു ഡിസിഷൻ എടുക്കേണ്ട ഒരു അവസ്ഥ നിങ്ങൾക്ക് എന്തായാലും വന്നിട്ടുണ്ടാവും. അതുകൊണ്ട് ഈ മെയ് മാസത്തിൽ ജോലിപരമായിട്ട് നിങ്ങൾക്കൊരു എക്റ്റിക്കായ ഒരു മാസമാണ്. ജോലിപരമായിട്ട് ഇടപാടുകൾ കൂടുതൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു മാസമാണ് മെയ്. അതുകൊണ്ട് ആരോഗ്യപരമായിട്ട് നിങ്ങൾക്ക് തലവേദന, ഉറക്കം കുറയൽ, ഡിപ്രഷൻ ഇതെല്ലാം നിങ്ങൾക്ക് ഉണ്ടാവും. അതുകൊണ്ട് നിങ്ങൾക്ക് ഏറ്റവും അടുത്തുള്ള സുഹൃത്തിനെയോ അല്ലെങ്കിൽ നിങ്ങൾ ഏറ്റവും സ്നേഹിക്കുന്ന ഒരാളുടെ അടുത്തോ നിങ്ങൾ നിങ്ങളുടെ എല്ലാ കാര്യം പറയുക. പക്ഷെ അവരുടെ ഒരു തീരുമാനം, അവരുടെ ഡിസിഷൻ നിങ്ങൾ ഒരിക്കലും കൈക്കൊള്ളരുത്. ആ തീരുമാനത്തിലൂടെ നിങ്ങൾ മുന്നോട്ട് പോവുകയും അരുത്. നിങ്ങൾ നിങ്ങളുടെ ഡിപ്രഷൻ കുറയ്ക്കാൻ വേണ്ടി മാത്രം അവരുടെ അടുത്ത് സംസാരിക്കുക. വിവാഹപരമായിട്ട് നോക്കുകയാണെങ്കിൽ സ്നേഹിതൻ, തെളിവില്ലാത്ത ബന്ധം അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ അവോയ്ഡ് ചെയ്യുകയായിരിക്കും നിങ്ങൾക്ക് നല്ലത്. സാമ്പത്തികപരമായിട്ട് നോക്കുകയാണെങ്കിൽ ചെലവുകൾ നല്ല കൂടുതലായിരിക്കും. അതുകൊണ്ട് കുറയ്ക്കാൻ ശ്രമിക്കുകയാണ് ഏറ്റവും നല്ലത്. ആകസ്മികമായി നിങ്ങൾക്ക് ഉള്ളിൽ തുളുമ്പുന്ന പ്രശ്നങ്ങൾ എന്തായാലും ഉണ്ടാവും. അതുകൊണ്ട് സുഖാനുഭവങ്ങൾ തേടുന്നതായിരിക്കും നിങ്ങൾക്ക് ഏറ്റവും നല്ല കാര്യം. ഞാനൊരു പ്രൊഫഷണൽ ആസ്ട്രോളജിസ്റ്റ് അല്ല, ഞാൻ ബേസിക്കലി ഒരു ആസ്പയറിങ് സൈക്കോളജിസ്റ്റ് ആണ്. പക്ഷെ ഞാൻ PGക്ക് പ്രൊജക്റ്റിന് ആസ്ട്രോയും സൈക്കോളജിയും തമ്മിൽ ബന്ധമുണ്ട് എന്നുള്ള ഒരു പേപ്പറാണ് ഞാൻ സബ്മിറ്റ് ചെയ്തത്. എന്താ വെച്ചാൽ ആസ്ട്രോയിൽ കുറച്ച് ക്യാരക്ടറിസ്റ്റിക്സ് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്. ഇന്ന നാളുകാർക്ക് ഇന്ന സ്വഭാവമാണ് ഉണ്ടാവുക എന്നത്. ആ സ്വഭാവത്തിനനുസരിച്ച് ഓരോരോ സിറ്റുവേഷനിൽ അവരെടുക്കുന്ന തീരുമാനം അനുസരിച്ചായിരിക്കും അവരുടെ ഭാവിയും ഉണ്ടാവുക എന്നൊരു പേപ്പറാണ് ഞാൻ സബ്മിറ്റ് ചെയ്തത്. അതുകൊണ്ടാണ് ഞാൻ ആസ്ട്രോളജി നിങ്ങളുടെ അടുത്ത് പറയുന്നത്. ഇത് ഞാൻ എൻ്റെ ഫ്രണ്ട്സിൻ്റെ അടുത്തും എൻ്റെ വീട്ടുകാരുടെ അടുത്തും ബന്ധുക്കളുടെ അടുത്തും പറയുമ്പോൾ അവർ ആദ്യം വിശ്വസിച്ചില്ല. പിന്നെ കുറേ കാലം കഴിഞ്ഞ് അവർ എൻ്റെ അടുത്ത് തന്നെ വന്ന് പറഞ്ഞു, നീ അന്ന് പറഞ്ഞത് സത്യമായി എന്നത്. അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നത്. കട്ടി